ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പപ്പിമോളും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അല്ല അത് രോഹിത്, അത് പിന്നെ പപ്പിമോളെ കൊണ്ടുവന്ന നിന്റെ ലൈഫാണ് മുഖ്യമെന്ന് ചിന്തിക്കുന്ന നിന്റെ കുഞ്ഞേച്ചിയും കുഞ്ഞേച്ചിയുടെ സന്തോഷമാണ് നിന്റെ സന്തോഷമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടനും എന്റെ ഈ കണ്ടീഷൻ സമ്മതിക്കണം. രോഹിത് എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാനാ ഞാനിപ്പോ ശ്രമിക്കുന്നത്. നിനക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മറക്കാനും പോർക്കാനും തിരുത്തുവാനും ഉള്ളതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാ ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതും. അത് നിന്നോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പുതിയ ജീവിതോ? ആ, യെസ്, എ ന്യൂ ലൈഫ്. നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതും വിരലിലെണ്ണിത്തീരാവുന്ന ആയുസ് മാത്രം ബാക്കിയുള്ള ഒരു ജീവിതം. അതിങ്ങനെ വഴക്കും ബഹളമായിട്ട് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ തന്നെ ദിനങ്ങളാ. അതങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നതിനേക്കാളും നല്ലത് ഒന്നിച്ചിന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതല്ലേ. ഇതിപ്പോ എനിക്കും നിനക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. അതിലെ പോരായ്മകൾ പരിഹരിക്കേണ്ടതും നമ്മൾ തന്നെയാ. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഈ പറയുന്നത് എനിക്കറിയാവുന്ന രോഹിത് തന്നെയാണോ, അതോ എന്നെ വെറുതെ പറഞ്ഞ് മോഹിപ്പിക്കുന്നതാണോ? ഒരുപാട് വീഴ്ചകൾ വീണതുകൊണ്ട് എനിക്കിപ്പോ എല്ലാരും പേടിയാ. എനിക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. പഴയ ഇഷ്ടത്തിന് ഒരല്പം പോലും കുറവും സംഭവിച്ചിട്ടില്ല. അകന്ന് നിൽക്കുമ്പോഴാണ് ബന്ധങ്ങളുടെ വില അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ അത് ശക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഒരു തിരിച്ചുവരവിന് ഞാൻ ഒരുങ്ങിയത്. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. എനിക്ക് രോഹിത്തിന് വിശ്വാസമാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നമ്മൾ താമസിച്ചിരുന്ന സത്യാമ്മയുടെ കൊട്ടാരം പോലുള്ള വീടും അതിന്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളും എല്ലാം ഇന്നിപ്പോ എന്റെ കയ്യിലാ. സത്യാമ്മയുടെ ബുദ്ധിമോശം കൊണ്ട് കൈവിട്ടു പോയ മുതല്, എന്റെ ബുദ്ധികൂർമ്മത കൊണ്ട് ഞാൻ സ്വന്തമാക്കിയ മുതല്. അവിടെ ഞാനിപ്പോ രാജാവായിട്ട് വാഴുമ്പോ അവിടെ എന്റെ പട്ടമഹർഷി ആവാനാ നിന്നെ ഞാൻ വിളിക്കുന്നത്. സമ്മതമാണെങ്കിൽ ഇപ്പൊ നീ ഒരു തീരുമാനം പറയണം. എന്താ ഒന്നും പറയാത്തത്? എന്റെ കൂടെ വരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നെ എനിക്കൊന്ന് ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം. മറ്റൊരു പട്ടമഹിഷിയെ തെരഞ്ഞെടുക്കാനുള്ള അനുവാദം അത് നീ തന്നിട്ടെ ഇവിടുന്ന് നീ പോകാവൂ. രോഹിത്, അപ്പോ രോഹിത് എന്നെ ക്ഷണിച്ചത് രോഹിത്തിന്റെ ജീവിതത്തിലേക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജീവിക്കണം, അതിനുവേണ്ടി നിന്നെ ഞാൻ ക്ഷണിച്ചത്. പക്ഷേ അതിന് നിനക്ക് സമ്മതം അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു വഴി ആലോചിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. നിന്റെ സമ്മതം അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി മാത്രമാ നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നിന്റെ വീട്ടുകാരുടെ സമ്മതമാണ് ആവശ്യമെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്കല്ലേ വരേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. യെസ് ഓർ നോ, അതെനിക്കിപ്പോ അറിയണം. അത് പിന്നെ മൗനം സമ്മതമെന്നാണ് ചൊല്ല്. പക്ഷേ ഇവിടെ ഞാനതങ്ങനെ കാണുന്നില്ല. ഇനിയൊരു പക്ഷേ നമ്മൾ കണ്ടെന്നും വരില്ല. രോഹിത്, ഞാൻ വരാം. ഗുഡ്. പക്ഷേ വൺ കണ്ടീഷൻ. നീ എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ വരുമ്പോ പപ്പിമോളും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അല്ല അത് രോഹിത്, അത് പിന്നെ പപ്പിമോളെ കൊണ്ടുവന്ന നിന്റെ ലൈഫാണ് മുഖ്യമെന്ന് ചിന്തിക്കുന്ന നിന്റെ കുഞ്ഞേച്ചിയും കുഞ്ഞേച്ചിയുടെ സന്തോഷമാണ് നിന്റെ സന്തോഷമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടനും എന്റെ ഈ കണ്ടീഷൻ സമ്മതിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് എന്റെ കൂടെ ഇനി ഒരു ലൈഫ് ഉണ്ടാവും. രോഹിത്,
ഇത് പിടിവാശിയാ. അതെ, പിടിവാശി തന്നെയാ. ഇത്രയും നാളും എന്റെ മോളെ പോലെ ഞാൻ ലാളിച്ച് വളർത്തിയതല്ലേ. ഇനി അങ്ങോട്ടും അവൾ എന്റെ ഒപ്പം നിന്ന് വളർന്നാ മതി. സ്വന്തം മകളെ മറ്റുള്ളവർ വളർത്തുന്നത് നോക്കിക്കാണാനുള്ള ഭാഗ്യം മാത്രമേ ശാലിനിക്കും വിഷ്ണുവിനും ഉണ്ടാകാൻ പാടുള്ളൂ. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ. ഈ ഒരു കാര്യത്തിന് പെട്ടെന്നൊരു തീരുമാനമൊന്നും പറയണ്ട. 2 ദിവസം ആലോചിക്കാനും പറയാനും പ്രവർത്തിക്കാനും. എല്ലാത്തിനും കൂടി ഉള്ളത് 2 ദിവസം. അതിനുള്ളിൽ അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. കുഴപ്പമില്ല. ചുറ്റുപാടൊന്നും തീരെ ചെറുതുമല്ല. എന്റെ ചേട്ടനപ്പോ തീരെ താഴെ തട്ടിലേക്ക് പോകാതെ നല്ല രീതിയിൽ തന്നെയാണ് താമസം. ആശ്വാസം. ചേട്ടാ, ചേട്ടാ, അനിയൻ കാണാൻ വന്നിരിക്കുക. ചേട്ടാ, ആഹാ, ചേട്ടനെ വിളിച്ചപ്പോ ചേട്ടത്തി വരുന്നുണ്ടല്ലോ. നിങ്ങൾ ഇരുമെയ്യും ഒരു ഹൃദയവുമാണെന്ന് പറയുന്നത് എത്രയോ സത്യം. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ പോയ ഞാനാണ് മണ്ടൻ. സത്യം പറയാമല്ലോ, ഇപ്പോഴും നിങ്ങൾ എനിക്ക് ശ്രീരാമദേവനും സീതാദേവിയുമാണ്. ആ ഒരു ചിത്രമേ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോ എനിക്ക് തോന്നുന്നുള്ളൂ. എന്താണ് അതിന്റെ ഉദ്ദേശം? ചേട്ടൻ എത്ര അകന്നിരുന്നാലും എനിക്കെങ്ങനെ അകന്നു മാറിയിക്കാൻ പറ്റില്ലല്ലോ. കൂടപ്പിറപ്പല്ലേ. സ്വന്തം വീട്ടിൽ നിന്ന് മാറിപ്പോന്നതിന് ശേഷം പച്ച പിടിച്ചോ അതോ കാട് പിടിച്ചോ, അതുമല്ലെങ്കിൽ ജീവിതത്തോട് സുല്ല് പറഞ്ഞ് ഇഹലോഹവാസം വെടിഞ്ഞോ എന്നൊക്കെ ഒന്ന് തിരക്കണമെന്ന് തോന്നി. അത് ഒരു അനിയന്റെ കടമയല്ലേ ചേട്ടാ? അനിയന്റെ ഒരു കടമ. അനിയൻ എടാ, ആ ഒരു വാക്കു ചരിക്കാനുള്ള യോഗ്യത നിനക്കൊണ്ടോടാ? കൂടപ്പിറപ്പ് എന്ന പദം പോലും നിന്റെ ആ ദുഷിച്ച നാവ് കൊണ്ട് പറഞ്ഞു പോയേക്കരുത്.